Hello, I'm Shafna and welcome back to my YouTube channel. So this is a random casual vlog of my life എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത ഒരു ചുമ്മാ വ്ളോഗ്. അപ്പോൾ അഗെയിൻ ഇത് ആരെങ്കിലും കാണുമെന്ന് എനിക്കറിയില്ല. എന്നാലും ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ എഡിറ്റിംഗ് റിലേറ്റഡ് കോണ്ടൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വീഡിയോയിൽ അതൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കോണ്ടൻറ്റിന് വേണ്ടിയിട്ടാണ് അഗെയിൻ ആരെങ്കിലും കാണുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ളൊരു കോണ്ടൻറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെയെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം ദിസ് ഈസ് എ വീഡിയോ ഓഫ് ജസ്റ്റ് റാൻഡം തോട്ട്സ്. ഞാൻ എൻ്റെ കോണ്ടൻറ്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അത് ചെയ്ത് വന്നപ്പം ഗ്രാജുവലി ആണ് ഓക്കെ ഇതാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ്. കാരണം എഡിറ്റിംഗ് എനിക്ക് ഓൾറെഡി താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എഡിറ്റിംഗ് റിലേറ്റഡ് കോണ്ടൻറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ചില സമയം ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കും, ലൈക്ക് ഈ ഒരു സ്പേസ് കണ്ടോ, ഞാനിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്പേസ് ഇത് മുന്നേ എങ്ങനെയായിരുന്നു എന്ന് ആദ്യം മുതലേ എൻ്റെ ഇൻസ്റ്റ കാണുന്നവർക്കറിയാം. മുന്നേ ഇവിടെ ജസ്റ്റ് ഒരു മിററുള്ള ഒരു അലമാറ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഇന്ന് ഇവിടെ എനിക്കിങ്ങനെ ഒരു സ്പേസ് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് കോണ്ടൻറ്റ് ക്രിയേഷൻ. എന്ന് വെച്ച് ഇങ്ങനൊരു സ്പേസ് സെറ്റ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു എന്നല്ല. ബൈ ദ വേ, ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നോട്ട് എൻ്റെ ചേച്ചിയുടെ മോന് ഞാൻ നാട്ടിൽ പോയപ്പോൾ എനിക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ആളുടെ ഫേവറേറ്റ് ബുക്കാണിത്. എന്നിട്ടും ഞാൻ പോയ സന്തോഷത്തിൽ എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് തരണ്ടേന്ന് വിചാരിച്ചിട്ട് പുള്ളിയുടെ ഫേവറേറ്റ് ബുക്ക് തന്നെ എനിക്ക് സർപ്രൈസ് തന്നു. ഇപ്പോൾ ചില കാര്യങ്ങളുണ്ടാവില്ലേ, നമുക്കിപ്പം ദൂരത്ത് നോക്കുമ്പോൾ ഒരുപാട് ദൂരെയാണല്ലോ എന്ന് തോന്നിയൊരു ഫീലിംഗ്. അതുപോലെ അൺഅച്ചീവബിൾ ആയിട്ടുള്ള എന്തോ ഒന്ന്, അതായത് ഒരു ഫാൻസി ആയിട്ടുള്ളൊരു കാര്യം അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലാത്തൊരു കാര്യം ആയിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു എഫേർട്ട് എടുക്കാനോ പ്രിപ്പറേഷൻ ചെയ്യാനോ ഞാൻ ഒട്ടും റെഡി ആയിരുന്നില്ല. സത്യം പറഞ്ഞാൽ കോണ്ടൻറ്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു കറേജ് കിട്ടിയത്. ആൻഡ് ട്രസ്റ്റ് മീ, ഞാൻ അങ്ങനെ എനിക്ക് വേണ്ടി ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ലൈഫ് ഈസ് മച്ച് ബ്യൂട്ടിഫുൾ ഐ തിങ്ക്. അതായത് പേഴ്സണലായിട്ട് എനിക്ക് വന്നിരിക്കാനും എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുമായിട്ട് ഒരു കുഞ്ഞു സ്പേസ്. അപ്പോൾ ഇത് ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന് ഒരുപാട് ബഡ്ജറ്റൊന്നും ആവില്ല, ഒരുപാട് ടൈം വേണ്ട, ഒരുപാട് എഫേർട്ട് വേണ്ട. പിന്നെ എനിക്ക് കിട്ടിയ കുഞ്ഞു കുഞ്ഞു നോട്ട്സും ഇങ്ങനെയുള്ള താങ്ക് യു കാർഡ്സൊക്കെ അതുകൂടി ഞാൻ എൻ്റെ സ്പേസിൽ ഒട്ടിച്ച് വെക്കാറുണ്ട്. സോ ദാറ്റ് എവറി ടൈം ഞാനിവിടെ വരുമ്പോൾ ഞാനതൊക്കെ ചുമ്മാ വായിച്ചു നോക്കും. അപ്പം എനിക്ക് മുന്നോട്ട് പോകാനുള്ള മോട്ടിവേഷൻ എനിക്കൊരു പ്ലേസിൽ നിന്ന് കിട്ടുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. സോ നമ്മൾ കുറച്ച് ആത്മാർത്ഥതയോടെ കുറച്ച് സ്നേഹത്തോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആവുമെന്നല്ല ഞാൻ പറയണേ, പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്തോ ഒന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ കുറേ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ചിന്തകൾ കൂടി ഒരു ഓവർ തിങ്കിങ് ആ ഒരു ലെവലിലെത്തിയപ്പോഴാണ് എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും ഞാൻ ആക്ച്വലി ചെയ്തു തുടങ്ങിയത്. അതിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ പോലെ എഡിറ്റിംഗ് ആണെങ്കിലും എഴുതുന്നതാണെങ്കിലും വായിക്കുന്നതാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഓവർ തിങ്കിങ് കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിലൊരു കാര്യമാണ് ഈ കോണ്ടൻറ്റ് ക്രിയേഷൻ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഈ കോണ്ടൻറ്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എൻ്റെ ആ ഒരു ജേർണി ഡോക്യുമെൻ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഐ ഫീൽ ലൈക്ക് നമ്മളുടെ ആ ഒരു ഡിഫറൻസ് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഗ്രോ ചെയ്തു എന്ന് മനസ്സിലാക്കാനുള്ള വലിയൊരു പവർ ഈ പറഞ്ഞൊരു വീഡിയോസിനുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോഴും ഇത്ര എഫേർട്ട് ഇട്ട് ഇത് എഡിറ്റ് ചെയ്യുമ്പോഴും ഇത് ആരെങ്കിലും കാണുമോ, അല്ലെങ്കിൽ ഇതിന് റീച്ച് കിട്ടുമോ, ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പൈസ ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ ചിന്തിക്കാറുള്ളത് ഓക്കെ ഇത് ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. മേ ബി ഒരു 5-10 വർഷമൊക്കെ കഴിഞ്ഞ് ഞാൻ ജീവനോട് ഇരിക്കുവാണെങ്കിൽ എനിക്ക് കാണാം ആ ഒരു സമയത്തുള്ള ആ ഒരു ഷഫ്ന എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആളുടെ ചിന്ത എന്തായിരുന്നു എന്നെനിക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾ കോണ്ടൻറ്റ് ക്രിയേഷനൊന്നും ചെയ്യുന്നില്ലെങ്കിലും ചുമ്മാ നിങ്ങളുടെ ജേർണി ഡോക്യുമെൻ്റ് ചെയ്ത് നോക്കുക. അത് എന്തുതന്നെയാണെങ്കിലും ബിക്കോസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കാര്യം കൂടി പറയാം. ഞാൻ ലാസ്റ്റ് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഈ ഒരു സ്റ്റീമർ അയണിനെക്കുറിച്ച് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് പരിസരത്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ച് എനിക്കറിയുന്ന കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ ആഡ് ചെയ്യാന്നുള്ളത്. സോ ഈ ബോക്സിൽ വരുന്നത് ഒരു സ്റ്റീം അയണും പിന്നെ അതിൻ്റെ 3 അറ്റാച്ച്മെൻറ്റ്, അതിൻ്റെ ഒരു മെഷറിംഗ് കപ്പ്, പിന്നെ അതിൻ്റെ ഒരു പ്ലഗും കൂടി തരുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യുമ്പോൾ കൈ പൊള്ളുമോ, പിന്നെ ശരിക്കും നമ്മളുടെ നോർമൽ അയൺ പോലെ തന്നെ നമുക്ക് റിങ്കിൾസൊക്കെ മാറിക്കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൂടി ഒന്ന് പറയാമെന്ന്. ഞാൻ ഈ കാണിക്കുന്നത് ഇതിൻ്റെ വാട്ടർ ടാങ്കാണ്. കാണുമ്പോൾ ചെറുതാണ്, പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു മെഷറിംഗ് കപ്പ് ഉണ്ട്. 110 ml വരെ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ മെഷറിംഗ് കപ്പ്. ഈ ഒരു കപ്പിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് ഈ ഒരു ടാങ്കിലേക്ക് ഒഴിച്ചാൽ മതി. വെള്ളം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്യുക, ടാപ്പ് വാട്ടർ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ കുറച്ച് കാലം കൂടി നമുക്ക് ഈ പ്രൊഡക്റ്റ് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വെള്ളം അതിലേക്ക് നിറച്ചിട്ട് ഈ ഒരു സാധനം നമ്മൾ കണക്ട് ചെയ്താൽ മതി.
എന്നിട്ട് നമ്മൾ പ്ലഗിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേറെ ബട്ടണൊന്നുമില്ല, ഓൺ ഓഫ് ബട്ടണൊന്നുമില്ല. പിന്നെ ഇതിലുള്ളത് 3 അറ്റാച്ച്മെൻ്റ് ആണ്. ഈ അറ്റാച്ച്മെൻറ്റിൽ ഒന്ന് നമുക്ക് ഡ്രസ്സ് ക്ലീൻ ചെയ്യാൻ, ലൈക്ക് ലിൻ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ടൈ പോലെയുള്ള ക്ലോത്തൊക്കെ അയൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇത് കണക്ട് ചെയ്യാനൊക്കെ ഈസിയാണ്. താഴെ കാണുന്ന ആ ഒരു ക്ലാമ്പിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു ക്ലിപ്പ് പോലെ ക്ലോത്തിന് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് താഴോട്ടേക്ക് വലിച്ചാൽ മതി. പിന്നെ അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടോപ്പ് ടു ബോട്ടമാണ് നമ്മൾ സ്റ്റീം അയൺ ചെയ്യേണ്ടത്. കാരണം അല്ലാത്ത പക്ഷെ അത് ബേൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഈ കമ്പനി തന്നെ നോ ബേൺ ഗ്യാരണ്ടി തരുന്നുണ്ട്. അതായത് അവർ പറയുന്നത് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലോത്ത്സ് ബേൺ ആവില്ല എന്നാണ്. പിന്നെ നമ്മൾ ഇത് പ്ലഗ് ചെയ്തിട്ട് ഇങ്ങനെ റെഡ് ലൈറ്റ് റാപ്പിഡായിട്ട് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. ആ ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സ്റ്റീം വരും. എന്നിട്ട് നമുക്ക് 3 മോഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് ലെവലാണ് റെഡ്, അതാണ് ഭയങ്കര ചൂട്. പിന്നെ അതിൻ്റെ സെക്കൻഡ് ലെവലാണ് ബ്ലൂ, ഏറ്റവും ലോ ലെവലാണ് ഗ്രീൻ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്ലോത്ത് അനുസരിച്ചിട്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിങ്ങനെ താഴോട്ടേക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഫ്രം ബോട്ടം ടു ടോപ്പ് ചെയ്യരുത്, അപ്പം മേ ബി ബേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഐദർ നമ്മൾ ഈ ഒരു ക്ലോത്ത് ഹാങ് ചെയ്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ടേബിളിലോ ഇങ്ങനെയുള്ള സ്റ്റാൻഡിലോ നമ്മൾ ക്ലോത്ത് വെച്ചിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി നീറ്റായിട്ട് കിട്ടും. പിന്നെ മെയിനായിട്ട് നമ്മളുടെ പാർട്ടി വെയർ, പിന്നെ സിൽക്ക്, സാറ്റിൻ പോലെയുള്ള ക്ലോത്ത്സൊക്കെ ഇത് കൊണ്ട് സ്റ്റീം അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കത്തുമെന്നുള്ള ഒരു ടെൻഷനും വേണ്ട. കാരണം നല്ല അടിപൊളിയായിട്ട് റിങ്കിൾസ് പോകുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ വാട്ടർ ടാങ്കിൽ വാട്ടർ ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മൾ കളയണം. എന്നാലാണ് കുറച്ചുകൂടി കൂടുതൽ കാലം പ്രൊഡക്റ്റ് നിൽക്കുകയുള്ളൂ. പിന്നെ കമ്പനി തന്നെ ഇതിന് 1 ഇയർ വാറണ്ടി തരുന്നുണ്ട്. പിന്നെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിട്ട് ഏകദേശം 2000, 2600 അങ്ങനെയാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് നല്ല വേർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി, അവിടെ കൂടെ ഞാൻ കൊടുക്കാം. സോ ദാറ്റ് വാസ് അവർ കാഷ്വൽ റാൻഡം വ്ളോഗ്. അപ്പോൾ ധാരാളം കണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.